ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. അക്കുട്ടിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പം നമ്മൾ 12 മണിക്ക് കേക്ക് കുടിക്കും. സോ ഞാനിപ്പോൾ ഉള്ളത് സിയാസാണ്. സിയാസ് ആദ്യം സർവീസിന് വെച്ചിട്ട് പിന്നെ ദർശുവിൻ്റെ ബൈക്കിലായിരിക്കും യാത്ര നമ്മൾ. ഓക്കെ, ദർശുവിൻ്റെ സ്പ്ലെൻഡറിലായിരിക്കും നമ്മൾ യാത്ര. അത് ഉച്ച വരെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ബസ്സിലായിരിക്കും മിക്കവാറും. I'll show you all the things in this vlog. Okay, BA English ആണ്. അപ്പം അതിൻ്റെ ഇത് കാണിക്കണം. ഓക്കെ, ഞാൻ എന്തായാലും ഒരു മിനിറ്റ് ആദ്യം നമുക്ക് അച്ഛനമ്മക്കൊക്കെ ഉമ്മ കൊടുത്തിട്ട് വരാം. ഒരു ഉമ്മ. ഇനി അമ്മയ്ക്ക് ഉമ്മ കൊടുക്കാം. ആദ്യം ചേട്ടനുണ്ട്. ചേട്ടൻ The MacBook Air M2 fingerprints were an annoying problem, especially for the darker colors. Luckily, this M3 has improved a lot, even after long hours of use. Fingerprints and smudges are. എന്താണ് ഈ കാഹള നിമിഷത്തിൽ പറയാനുള്ളത് താങ്കൾക്ക്? എന്താണ് നിമിഷത്തിൽ പറയാനുള്ളത് താങ്കൾക്ക്? I love the wide. And they'll run an experiment that's like 0.01% users, and if it works well, 2%. Nice. അപ്പോൾ പോയിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തിനാന്ന് പോകുന്നത്? കാർ സർവീസ് വെക്കാൻ. പിന്നെ അഞ്ഞുമിൻ്റെ ഓക്കെ, താങ്ക് യു, ടാറ്റ, ബൈ ബൈ. ഓക്കെ, ബൈ. നമ്മൾ സിയാസ് സർവീസിന് കൊടുക്കാൻ വന്നു. 50,000 കിലോമീറ്റേഴ്സിൻ്റെയാണ് സർവീസ്. ഓക്കെ, സോ നമ്മൾ പോവുകയാണ് ഗൈസ്. 6.5 hours later. ഗൈസ്, നമ്മളിപ്പോൾ സിയാസ് സർവീസിനെടുത്തു. ദർശു ഉണ്ട്, കൊണ്ടാ ദർശു വന്നിന്. അപ്പോൾ ദർശുവിൻ്റെ സ്പ്ലെൻഡർ, ഞാൻ പറഞ്ഞ സ്പ്ലെൻഡർ, ഇതിലാണ് ഞാൻ ബൈക്ക് ഓടിക്കാൻ പഠിച്ചത് ഗൈസ്. സ്പ്ലെൻഡർ ഫാൻസ് കമൻ്റ് ഇട്. അത്ര ഒന്നും ആയിട്ടില്ല, എന്നാലും ഷെയർ ചെയ്ത് കമൻ്റ് ഇടും. നമ്മളിനി നേരെ ആദ്യൻ്റെ അടുത്തേക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്. ഓക്കെ, സീ യു ഗൈസ് ദർ. എനിക്ക് കേക്ക് ഓർഡർ ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ബൈ. കേക്ക് വാങ്ങാൻ വന്നിട്ടുണ്ട്, ഓർഡർ ചെയ്യുന്നുണ്ട്. അയ്യോ, നമ്മളത് 7-7-ലാണുള്ളത്. അപ്പോൾ ഒരു ½ kg കേക്ക്. ഇത് സ്വിസ് ചോക്ലേറ്റ്. അതില്ലേ വൈകുന്നേരം 6:30-7 മണിക്ക് റെഡി ആയാൽ ഓക്കെ. നമ്മളിപ്പോൾ സ്പൈസി റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. മൂവി മാക്സ് സർക്കിളിൻ്റെ താഴെയുള്ള സെസ്വാൻ നൂഡിൽസാണ് ഓർഡർ ചെയ്തത്. ദർശു, ആർ യു ഹാപ്പി? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ട് നേരെ രാത്രിയായിരിക്കും അക്കൂട്ടൻ്റെ കേക്ക് മുറിക്കണം. അതിന് കുറച്ച് സെറ്റിംഗ് ഒക്കെ ചെയ്യാണ്ട്. ചെയ്യാതെ സർഫേസിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു 6 മണിയാവും. അതിൻ്റെ ഇടയിൽ കുറച്ച് റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം പാട്ടിൻ്റെ. ഓക്കെ ഗൈസ്, നമ്മൾ എന്താ പറയുക, കുറച്ച് പാട്ടെല്ലാം റെക്കോർഡാക്കി കഴിഞ്ഞ് ഒന്ന് ചെറുങ്ങനൊന്ന് ബീച്ചിലേക്ക് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ 100 എടുത്തിട്ട് വന്നിന്. ഇപ്പോൾ ദർശു വരാനുണ്ട്. ദർശു എത്തിയിട്ടില്ല, നമ്മൾ കുറച്ച് വേഗം വന്നു. ദർശു ഇപ്പോൾ വരുന്നുണ്ട്, ദർശുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതാ ദർശു ഇസ് കമ്മിങ് ഗൈസ്. ഒരു കാര്യം പറയാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അനൂപിൻ്റെ അമ്മേനെ വിളിച്ചിട്ട് സെറ്റാക്കി പറഞ്ഞ് നമ്മൾ 12 മണിക്ക് വരുന്നുണ്ട് എന്ന്. അതായത് അക്കുട്ടൻ. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ആൻറ്റി പറഞ്ഞ് ആദ്യം ചെറുങ്ങനൊന്ന് പെട്ടു. ആൻറ്റി ഇങ്ങനെ പെട്ടെന്ന് ഫോൺ കൊടുക്കാൻ പോയി അക്കുട്ടനോട് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു 12 മണിക്ക് വരുന്നുണ്ട്, അപ്പോൾ എല്ലാം സെറ്റാക്കി വെക്കാമെന്ന്. ഓക്കെ, നമ്മളപ്പോൾ കേക്കൊക്കെ ഓർഡർ ചെയ്ത് ഇനി പോയിട്ട് സിയാസ് സർവീസിനാട് നിന്ന് എടുക്കണം. 7 മണിക്കാണ് റെഡിയാണെന്ന് പറഞ്ഞാൽ. അതെടുത്തിട്ട് നമ്മൾ കേക്ക് എടുത്തിട്ട് നേരെ ഗായ്സ് വിളിക്കും. അബിയും വരാനുണ്ട്, അനിയൻ. ഓക്കെ, ബീച്ചിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞിട്ടില്ല. ചൗക്കിയാണ് ബീച്ച്. സിരിച്ചാറിൻ്റെ ബാക്കിലുള്ള ബീച്ചാണ്. ഓക്കെ, അപ്പോൾ ചൗക്കി ഇങ്ങനെ ഇവിടെ എഴുതി കാണിക്കാം. നമ്മളങ്ങനെ ബീച്ചിലെത്തി. ബീച്ചിലാണ് നമ്മൾ. ബീച്ചിൽ ലൈറ്റ് അങ്ങനെയാണ്.
ആദ്യം ഉണ്ട്, എല്ലാവരും ഉണ്ട്. ദർശുവിനെ കാണിച്ചു തരാം. ദർശു 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 A few inches later. അങ്ങനല്ല, നീ ഇങ്ങനെ പിടിച്ചോ, ഇങ്ങനെ എടുക്കുന്നില്ലേ? അപ്പൊ ഗായ്സ് നമ്മള് എല്ലാം സെറ്റായിന്. അബി കയറി കാറില്, നമ്മള് സർവീസിന് നേരത്തെ എടുത്തു. ഞാൻ അതിന്റെ വിഷ്വൽസ് ഒക്കെ കാണിക്കാന്ന് വിചാരിച്ചു, പക്ഷെ ഫോണ് പെട്ടെന്ന് ഓഫായി. അതിന്റെ വീട്ടിൽ ചാർജിന് വെച്ചിട്ടാണ് ഞാൻ പോയത് വണ്ടി എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ സർവീസിന് കാർ എടുത്തു. ഇനി അബിയും കയറി, ദർശവും കയറി, ഇനി സുമനും കയറി, എല്ലാവരും കയറി. ഇനി ആദ്യം വരണ്ട, അത് സ്കൂട്ടറിൽ വരുന്നു, തിരിച്ചു പോകണം. പഠിക്കാനുണ്ട്, എക്സാം കുറെ സപ്ലി ഉണ്ട്. ഇപ്പൊ ബോധം വന്നതിന്. എന്നിട്ട് ഇവര് രണ്ടുപേരും സ്റ്റേ ആണ്, അബിയും സുമനും. ബാക്കി രണ്ടാളും സ്റ്റേ ആണ്. ഞാൻ എന്തായാലും വീട്ടിലെത്തി, നമ്മള് വീട്ടിൽ പോയിട്ട് ഒരു 10-11 മണിയാകുമ്പോഴായിരിക്കും ഇറങ്ങുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ. ഓക്കെ, നേരെ അവിടെ പോയി നമ്മൾ കേക്ക് ഒക്കെ മുറിച്ച് സർപ്രൈസ് ആക്കി തകർക്കുന്നു. ഓക്കെ ഗൈസ്, നമ്മള് ഇവിടെ ചെറുതായിട്ട് പോസ്റ്റാണ്. ആദ്യനെ വെയിറ്റ് ചെയ്യുന്നു. കുറച്ചേരം ഉറങ്ങി. ഇപ്പൊ എൻ്റെ വീട്ടിൻ്റെ ടൗണിൻ്റെ അടുത്തുള്ള ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ട്. 11 എത്ര മണി സമയം കാണിച്ച 11:31. ആദ്യം ഇപ്പോൾ ഒരു 11:40 ഉള്ളിലെത്തും തോന്നുന്നു. ഇവിടുന്ന് അത്ര 10 മിനിറ്റ് നേരെ പോവും. സൈലൻ്റായി കേക്കൊക്കെ മുറിക്കും. അങ്ങനെ ഇതാ നമ്മള് അക്കുട്ടന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, മറ്റേ ആന്റീനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആന്റീനെ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ എത്തിയിട്ട് ഫ്ലോപ്പ് ആവുമെന്നും കൂടി അറിയില്ല. ക്യാമറ ആദ്യം ഹാൻഡിൽ ചെയ്യും, എല്ലാം കാണും, ഉറപ്പില്ല. ഓക്കെ, 2 മിനിറ്റുള്ള ബാക്കി. 11:58 എത്തി, സ്ഥലത്തെത്തി. ഇതാ പട്ടിക്കൊരുത്തു. പിന്നെ ചെറുങ്ങനെ കത്തിട്ടുണ്ടാവും ഈ കേക്കുള്ളത് കൊണ്ടൊരു സംഭവം. കണ്ടന്റ് അവനെന്തോ പഠിച്ചോ ഡാൻസ് കളിക്കാൻ നോക്കിയത്. ഊതിട്ടേ നിന്നോട് 21 വയസ്സായി അക്കുട്ടൻ. മണ്ട 21. എടാ ഇവ 22. ഇവന് ഈ വർഷം ഞാൻ 19. സോ പറയാനുള്ളതെന്ന് വെച്ചാൽ പണ്ട് മുതൽ 1ാം ക്ലാസ് മുതൽ നമ്മൾ ഒരുമിച്ചാണ്.
ഒരു കുട്ടികളെ പോലെ. പിന്നെ നമ്മുടെ കോളേജിൽ എല്ലാവരും ഒന്നായി. ഇതെല്ലാം എൻ്റെ സ്വന്തമാണ്, എല്ലാവരും എൻ്റെ സ്വന്തമാണ്. അപ്പോൾ നമ്മൾ അക്കൂട്ടൻ്റെ ബർത്ത്ഡേ നമ്മൾ കേക്ക് മുറിക്കാൻ പോകണം ഗായ്സ്. ഊതടാ, നമ്മളവനെ ക്യാൻഡിൽ ഇല്ലാണ്ട് ഊതിപ്പിക്കും. ഊത് 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 ഒരു ഊത് ഊത് ഊത്. 2,000 years later. ആന്റി നമ്മളെ സർപ്രൈസ് ആക്കി വിത്ത് പായസം. ആന്റിനെ കാണും. ആന്റി ഒരു thumbs up. ആന്റി അതിമനോഹരമായി സർപ്രൈസ് ചെയ്തു നമ്മളെ പായസം. ഫോട്ടോ നാം എല്ലാവരും അപ്പൊ നമ്മള് ഈ നിമിഷത്തിൽ നമ്മളെല്ലാവരും കൂട്ടുകാരെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നു. എന്തിനാന്ന് അറിയുന്നു, നമ്മളെ അക്കൂട്ടിന്റെ ബർത്ത്ഡേക്കായി. അപ്പോ കേക്ക് മുറിക്കുന്നതിന് മുമ്പ് പാട്ട് പാടിക്കോളൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അക്കൂട്ടൻ്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചു. താങ്ക് യു ഗൈസ്, ഇറ്റ് വാസ് എ വണ്ടർഫുൾ ബർത്ത്ഡേ. സർപ്രൈസ്. എന്തിനു നിങ്ങൾ ഇങ്ങനെ തല്ലുന്ന ദ്രോഹിക്കുന്നതിന്? നാട്ടുകാരിന് എന്ത് പറയുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ ബൈ. എല്ലാവരും എന്നെ ഫോളോ ചെയ്യലേ. ഇൻസ്റ്റയിൽ ഫോളോ ബൈ.